രാജുവൻ ചേട്ടാ, അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ജോസ് കെ മാണിയുടെ പാർട്ടി UDF-ലേക്ക് ഇല്ലെന്ന് ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാധ്യമങ്ങളോട് ഇടതുപക്ഷത്ത് തുടരും എന്ന തരത്തിലുള്ള അദ്ദേഹം ഉറപ്പ് നൽകി കഴിഞ്ഞു. അടുത്ത മാസം നടക്കുന്ന LDF-ൻ്റെ മേഖലാ ജാഥ 3 മേഖലാ ജാഥയാണ് നടക്കുന്നത്. മധ്യമേഖലാ ജാഥ നയിക്കുന്നത് ക്യാപ്റ്റൻ ജോസ് കെ മാണിയാണ്. വടക്കൻ മേഖലാ ജാഥ നയിക്കുന്നത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷാണ്. തെക്കൻ മേഖലാ ജാഥ നയിക്കുന്നത് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ VD സതീശൻ പറഞ്ഞത് വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നാണ്. അതായത് വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിൽ വിസ്മയങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അതായത് പല LDF-ലെയും അതുപോലെ തന്നെ NDA-യിലെയും പല പ്രധാനപ്പെട്ട കക്ഷികളും UDF-ലിപ്പം ചേരും. അതുമാത്രമല്ല സാംസ്കാരിക നായകർ അതുപോലെ എഴുത്തുകാരുൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ കാണിച്ചു, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളുണ്ടാവുന്നു. ഇന്നലെ ജോസ് കെ മാണി അസന്നിഗ്ധമായിട്ട് തന്നെ അത് അദ്ദേഹത്തിന് പറഞ്ഞും കഴിഞ്ഞു, വരില്ല, UDF-ൽ തുടരും. കാരണം UDF-ൻ്റെ ഒപ്പം ഇപ്പോൾ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും കടുത്ത എതിർപ്പാണ് UDF-ലേക്ക് പോകുന്നതിനോടുള്ളത്. എന്നാൽ N ജയരാജ്, നമ്മുടെ കാഞ്ഞിരപ്പള്ളി MLA-യും ചീഫ് വിപ്പായ ജയരാജ്, ജോബ് മൈക്കിൾ, ചങ്ങനാശ്ശേരിയിലെ MLA ആയ ജോബ് മൈക്കിൾ, ഇവർക്കൊക്കെ ഓക്കെയാണ്. അതായത് UDF-ലേക്ക് പോകാൻ ഓക്കെയാണ്. ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി ഒരു ബൈബിൾ വചനം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ ആ ബൈബിൾ വചനം ജസ്റ്റ് ഒന്ന് വായിക്കാം. ജെറുസലമിലെ പുത്രിമാരെ, എന്നെ ഓർത്ത് കരയരുത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുക എന്ന ബൈബിൾ വാക്യം ഉദ്ധരിച്ചാണ് മാണി മാധ്യമങ്ങളോട് സംസാരിച്ചത്. കുരിശുമരണത്തിന് തൊട്ട് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞതായി ലൂക്കോസ് 23:28 രേഖപ്പെടുത്തിയ വചനമാണ്. പിന്നാലെ കുരിശുമരണവും 3-ാം നാൾ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടായതായി പുതിയ നിയമം പറയുന്നു. യേശുവിന് സംഭവിക്കാൻ പോകുന്നത് എന്തെന്ന് കൃത്യമായി മനസ്സിലാക്കിയാണ് ജെറുസലേം പുത്രിമാർ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്ന് വിലപിച്ചത്. അതേപോലെ ജോസ് കെ മാണിക്ക് രാഷ്ട്രീയത്തിലുടൻ സംഭവിക്കാൻ പോകുന്നത് മനസ്സിലാക്കി അത് ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് അതേ വാചകം പറഞ്ഞത് എന്നാണ് ഇനി അറിയാനുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ജോസ് കെ മാണി ഇല്ലെങ്കിലും UDF, അതായത് കോൺഗ്രസ് എന്ന് പറഞ്ഞ സംഘടന, പ്രത്യേകിച്ച് നമുക്കറിയാം പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി മേഖലകളിലെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം, ഒരു ക്ലീൻ സ്വീപ്പ്, വളരെ എനിക്കൊന്നും കാഞ്ഞിരപ്പള്ളി ഒഴിച്ചുള്ള ഏതോ 1-2 സ്ഥലങ്ങൾ ഒഴിച്ചു ബാക്കി എല്ലായിടത്തും ഐതിഹാസികമായ വിജയമാണ് കോൺഗ്രസ് നേടിയത്. അതായത് ജോസ് കെ മാണിയുടെ പാർട്ടി ഇല്ലാതിട്ട് കൂടി. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അപ്പോൾ ജോസ് കെ മാണി UDF-ന് ഒരു അനിവാര്യ ഘടകമാണോ? UDF-ലേക്ക് എത്തുന്നതുകൊണ്ട് UDF-ന് വല്ല നേട്ടങ്ങളോ ഉണ്ടാവുമോ? അതുപോലെ LDF-ന് ഒരു കോട്ടം സംഭവിക്കുമോ? ഇവിടെ ജോസ് കെ മാണിക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒന്ന് UDF-ഉം LDF-ഉം. ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം, ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ശക്തി ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രചരണ ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ചോദ്യം, എൻ്റെ ചോദ്യത്തിൽ നമ്മുടെ ജോസ് കെ മാണി പറയുന്നതിന് മുമ്പായിട്ട്, പാല ഇത്തവണയും ജോസ് കെ മാണിയെ പാലം വലിക്കുമോ? ജോസ് കെ മാണിക്ക് മുഖത്തടി കിട്ടുന്ന പോലെയായിരുന്നു പാലായിലെ തോൽവി. ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി തോറ്റു, ജോസ് കെ മാണി തോറ്റു, മാണി സി കാപ്പനോട് വിജയിക്കുന്നു, 15,000 വോട്ടിന് വിജയിക്കുന്നു. പിന്നീട് അടുത്ത ഏറ്റവും അവസാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ബിനു പുളിക്കക്കണ്ടം എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൻ്റെ ചേട്ടനും അനിയനും മകളും, ഈ 3 പേര് ചേർന്നപ്പോൾ ജോസ് കെ മാണിയെ വെല്ലുവിളിക്കാനും തോൽപ്പിക്കാനും പാലാ മുനിസിപ്പാലിറ്റി സാധിച്ചു. പാലാ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് UDF ആണ്. അപ്പോൾ എത്ര ദുർബലനാണ് ജോസ് കെ മാണി എന്ന് നമുക്ക് മനസ്സിലാകും, കോട്ടയം ജില്ലയിലുള്ളവർക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ജോസ് കെ മാണിയുടെ പാലാ വിട്ട് പോകുമ്പോൾ ജോസ് കെ മാണി എന്തിനാണ് കൂടെ കൂട്ടുന്നതെന്ന് കോൺഗ്രസ്സുകാർ ചോദിക്കും. ഇനി 1-2 അനുഭവം പറയാം. കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ പീറ്റർ എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹത്തിന് വേറെ ഒത്തിരി പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഉണ്ട്. ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഈ ജോസ് കെ മാണിയുടെ വിഷയം വന്നപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നം വന്നപ്പോൾ KPCC പ്രസിഡന്റ് ഒരു കത്തെഴുതി, സിമ്പിൾ കത്താണ്. ഞങ്ങൾ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ 2 ലക്ഷം വോട്ട് ചെയ്യണം, ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ 2 ലക്ഷം വോട്ട് ചെയ്യണം, ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ വന്നാൽ 2 ലക്ഷം വോട്ട് ചെയ്യണം, അസംബ്ലി വന്നാൽ 2 ലക്ഷം വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ വേറൊരു ഭാഗത്ത് 2 ലക്ഷം വോട്ട് ചെയ്യണം, പാർലമെൻറ്റ് വന്നാൽ ഇതിൽ തന്നെ ഞങ്ങൾക്ക് എന്നെങ്കിലും എപ്പോഴെങ്കിലും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരും. അത് ഒരു അവിടുത്തെ UDF പ്രവർത്തകൻ്റെ, സാധാരണ UDF പ്രവർത്തകൻ്റെ, കോൺഗ്രസ് പ്രവർത്തകൻ്റെ വികാരമാണത്. കാരണം ഇവരെല്ലാം വീതം വെച്ച് കൊണ്ടുപോവുകയാണ്. പിന്നെ രണ്ടാമതൊന്നുകൂടിയുണ്ട്,
കേരള കോൺഗ്രസ് ബന്ധം എന്ന് പറഞ്ഞാൽ വാങ്ങൽ മാത്രമേ ഉള്ളൂ, കൊടുക്കലില്ല. വാങ്ങൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വോട്ടുകൾ മേടിച്ച് കേരള കോൺഗ്രസിൻ്റെ UDFൻ്റെ ഷുവർ സീറ്റുകൾ ഇവർ ജയിച്ചു വരും, കേരള കോൺഗ്രസ് ജയിച്ചു വരും. മറിച്ച് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ മലബാറിലോ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ജയിപ്പിക്കാൻ കേരള കോൺഗ്രസ് ഇങ്ങോട്ടുള്ള ഒറ്റ വോട്ടും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടാനില്ല. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി കിട്ടാനുണ്ട്, കാരണം ക്രിസ്ത്യൻ മേഖലകളിൽ അവർക്ക് ഔട്ട്റീച്ച് ഇല്ലാത്തതുകൊണ്ട്. ജോസ് കെ മാണിയുടെ പേര് 50 വോട്ട് കിട്ടിയാൽ അത് അവർക്ക് ലാഭം. ഇപ്പോൾ വാസവൻ, ഉദാഹരണം കൂടെ കൂട്ടി പറയാം, വി എൻ വാസവന് ജോസ് കെ മാണിയെ കൂടെ നിർത്താൻ വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യും? കാരണം എന്തെന്ന് ചോദിച്ചാൽ അതിരമ്പുഴ, മാന്നാനം തുടങ്ങിയ ഭാഗങ്ങൾ, നീണ്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള ക്രിസ്ത്യൻ ബെൽറ്റിലെ വോട്ടുകൾ ജോസ് കെ മാണിയുടെ കുറേയൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടാൻ പറ്റിയിട്ടുണ്ട്. കുറേ വോട്ടെങ്കിലും വാസവന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വാസവന് ഏറ്റുമാനൂർ തൂക്കുമായിരുന്നു. വാസവന് ജയിക്കാനുള്ള വോട്ട് ജോസ് കെ മാണി ഉണ്ടാക്കി കൊടുത്തു. കേരള കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അല്ല, അതിനു മുമ്പ് കേരള കോൺഗ്രസ്സുകാർ മാത്രം മത്സരിച്ച തോമസ് ചാഴികാടൻ്റെ സീറ്റായിരുന്നു. ആ സീറ്റ് വാസവന് സറണ്ടർ ചെയ്തു. എന്നിട്ടാണ് ഈ പാക്കേജ് പോലും ഉണ്ടാക്കുന്നത്. കേരള കോൺഗ്രസ്സുകാരെ മൊത്തം വിറ്റിട്ടാണ് ഈ പാക്കേജ് പോലും ഉണ്ടാകുന്നത്. അതാണ് ജോസ് കെ മാണി. അപ്പോൾ ഇത് UDFിൽ കൊണ്ടുനടക്കണോ വേണ്ടയോ? ഇനിയുണ്ട് കഥ, ചതിയുടെയും വഞ്ചനയുടെയും ഇഷ്ടം പോലെ കഥകളുണ്ട്. പിന്നെ ജോസ് കെ മാണി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത്, KM മാണി എന്ന് പറഞ്ഞ ആൾ, മാണി സാർ എന്നാണ് പറയുന്നത്, എല്ലാവരും പറയുന്നത്. ഒത്തിരി അങ്ങനെ അങ്ങ് പറഞ്ഞ് പഠിച്ചു പോവാണ് മാണി സാർ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവരെ കൊണ്ട് പരസ്പരം, ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് മാണി സാറിനെ കൊണ്ട് കാര്യം. മാണി സാറിന് സ്മാരകം നിർമ്മിക്കാനായിട്ട് സർക്കാർ 25 ലക്ഷം രൂപയാണ് അനുവദിച്ചേക്കുന്നത്. കവടിയാറിൽ ലീസിന് 25 ലക്ഷം രൂപ. അവിടെ 25 സെന്റ് എന്ന് പറഞ്ഞാൽ 25 ലക്ഷമാണോ 25 സെന്റാണോ? 25 സെന്റാണ്. സോറി, ഇപ്പോൾ 25 സെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ എത്ര സെന്റിന് 1 കോടി 2 കോടി വരും വില. അല്ല, ഞാൻ ചോദിക്കുന്നത് സാറേ, ഇപ്പോൾ മാണി സി കാപ്പൻ എന്തായാലും പാലാ വിട്ടുകൊടുക്കില്ലെന്ന് ഇന്നലെ മാധ്യമങ്ങളോട് പരസ്യമായി എല്ലാ ചാനലുകളും പറഞ്ഞു. ഇന്ന് പത്രങ്ങളിലും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. മാണി സി കാപ്പൻ കഴിഞ്ഞ തവണ, അതായത് 2021 ഗംഭീര വിജയമാണ് ജോസ് കെ മാണിക്കെതിരെ നേടിയത്. അന്ന് മാണി സി കാപ്പൻ UDFിനൊപ്പമായിരുന്നു. മാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ബൈ ഇലക്ഷനിൽ, അതായത് മാണി സാറിന്റെ വിയോഗത്തിന് ശേഷം നടന്ന ബൈ ഇലക്ഷനിൽ ജോസ് ടോം, പൈനാപ്പിൾ ചിഹ്നത്തിൽ മത്സരിച്ച ജോസ് ടോമിനെതിരെയും 2000 സംതിങ് വോട്ടിന് വിജയം നേടി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പാലായിൽ കേരള കോൺഗ്രസിന് ഒരു അടിത്തറ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പാലാ അടിത്തറയല്ല, റൂട്ടാണ്, വേരെത്തി നിൽക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് അടിയോടെ ചെത്തിക്കളഞ്ഞത്. ഇനി ഇവിടെ വളരാൻ, ഇവിടെ വളരും. പാലാ എന്ന് പറയുന്ന കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ റൂട്ടാണ്. മാണിസാറ് ദൈവം, പാലയുടെ ദൈവമാരാ മാണിസാറ് തൊട്ടിപ്പുറം. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ജോസ് കെ മാണി പറഞ്ഞിരിക്കുന്നതിൽ ഒത്തിരി അർത്ഥങ്ങളുണ്ട്. യെരുശലേമിലെ സ്ത്രീകളോട് പറഞ്ഞ പോലെ, നിങ്ങൾ എനിക്ക് വേണ്ടി കരയണ്ട, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയൂ. 2 കാര്യമുണ്ട്. ഞാൻ നിസ്സഹായനാണ്, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഇടതുപക്ഷത്തിൻ്റെ തടവറയിൽ ഞാൻ പെട്ടിരിക്കുന്നു, ഇങ്ങോട്ട് വരരുതെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇടതുപക്ഷത്തിൻ്റെ തടവറയിൽ ഞാൻ പെട്ടിരിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് വരരുത്. അത് പറയാതെ പറയണമെങ്കിൽ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് അവിടുന്ന് പോരാൻ പറ്റില്ല. പല കാരണങ്ങൾ പറയുന്നുണ്ട്. ജോസ് കെ മാണി എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിൽക്കാൻ നിർബന്ധിതനാകുന്നുള്ള കാരണങ്ങളുണ്ട്. ഒന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ സമ്മർദ്ദമുണ്ട്. അത് രാഷ്ട്രീയമായ സമ്മർദ്ദങ്ങളാണ്, കാരണങ്ങളുണ്ട് അതിന്. കോൺഗ്രസിനും ലീഗും മാത്രമുള്ള ഇപ്പോഴത്തെ പ്രധാന കക്ഷിയായിട്ട് ഐക്യമുന്നണി എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ലെവലിലേക്ക് പോകും ചിലപ്പോൾ. പിന്നെ വേറെ കാര്യം പറയട്ടെ സാറേ, നാളെ കേരള കോൺഗ്രസിൻ്റെ നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നടക്കുകയാണ് കോട്ടയത്ത് വെച്ച്. രാവിലെ 11 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം 4 മണിക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കഴിയും. അതിനുശേഷം മാധ്യമങ്ങളോട് അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 85ഓളം പ്രതിനിധികൾ ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത്. വിവിധ ജില്ലാ പഞ്ചായത്തിലെ അധ്യക്ഷന്മാർ, പാർട്ടിയിലെ സംസ്ഥാന നേതാക്കൾ, അങ്ങനെ പല നേതാക്കൾ, അതായത് കേരള കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ പങ്കെടുക്കും. അതുമാത്രമല്ല, PJ ജോസഫ്, അതായത് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി തെറ്റിപ്പിരിഞ്ഞ് ഇപ്പോൾ UDFിനൊപ്പം നിൽക്കുന്ന PJ ജോസഫിൻ്റെ പാർട്ടിയുടെയും നിർണായകമായ യോഗം നാളെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും PJ ജോസഫിന് താല്പര്യമില്ല. മോൻസ് ജോസഫ് കടത്തുരുത്തി MLA കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, മറ്റേ ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനത്തെ എതിർത്തുകൊണ്ട് മോൻസ് ജോസഫ് പറയുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും PJ ജോസഫിനുള്ള എതിർപ്പ് സ്വാഭാവികമായിട്ടും UDFിനും കോൺഗ്രസിനും അത് പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല, പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു നിമിഷം അത് എങ്ങനെയായിരിക്കും സതീശനും അത് കോൺഗ്രസും അത് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? അല്ല, കോൺഗ്രസിന് ടാക്കിൾ ചെയ്യേണ്ട പ്രശ്നമില്ല. ഇതിൽ കോൺഗ്രസിലെ തന്നെ ചില ആൾക്കാരെ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചതാണ്. കോട്ടയം ജില്ലയിലെ കോൺഗ്രസിനെ നശിപ്പിച്ചത് ഈ ഇൻട്രസ്റ്റാണ്. ഒറ്റ സീറ്റിലേക്കല്ല 2 സീറ്റിലേക്ക് കോൺഗ്രസ് കോട്ടയം ജില്ലയിലായി. കോൺഗ്രസിൻ്റെ വോട്ട് മേടിച്ച് UDFിൻ്റെ ഷുവർ സീറ്റാണ് പാലാ, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി എല്ലാം ആരാ ജയിച്ചുകൊണ്ടിരുന്നത്?
കേരള കോൺഗ്രസ് ജയിക്കും. കോൺഗ്രസിന് ഇവിടെ നേട്ടമില്ല. അങ്ങോട്ട് അതാ പറഞ്ഞത്, അങ്ങോട്ട് കൊടുക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കോൺഗ്രസ് തെളിയിച്ചു കഴിഞ്ഞു, കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിച്ച സീറ്റുകൾ ഒത്തിരിയുണ്ട്. പിന്നെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കുറച്ച് വോട്ടുണ്ട്, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്കില്ല. ഇപ്പോൾ ഫ്രാൻസിസ് ജോർജ് കോട്ടയം പാർലമെൻറ്റ് ജയിച്ചു എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് വോട്ട് മാത്രമല്ല, ഒരു 75% വോട്ടും കോൺഗ്രസ് വോട്ടുകളാണ്. 25% മറ്റുള്ളവരെ കിട്ടിക്കാണും. അപ്പോൾ ആ സത്യം അംഗീകരിക്കാൻ കേരള കോൺഗ്രസ് തയ്യാറാകുന്നില്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കുറേ കൂടെ അസർട്ടീവ് ആവും. ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ രീതിയിൽ, ഇപ്പോഴത്തെ രീതിയിലാണ് ഇലക്ഷൻ ട്രെൻഡ് പോകുന്നതെങ്കിൽ കോൺഗ്രസ് ചിലപ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന സ്റ്റേജിലേക്ക് മാറും. സ്ഥിതി അതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയുടെ ബാർഗെയിൻ പവർ കുറയും, മുസ്ലിം ലീഗിൻ്റെ ബാർഗെയിനിങ് പവർ കുറയും. അതുകൊണ്ട് ഇവിടെ കുറേ കോൺഗ്രസിന് ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ ആർക്കും മേടിച്ചു കൊടുക്കണം. നമുക്ക് സീറ്റ് മതിയെങ്കിൽ മലബാറിൽ കൊടുക്കാവുന്നേ. മട്ടന്നൂർ LDF വെച്ച് LDF 2021 നിയമസഭാ ഇലക്ഷനിൽ 11 സീറ്റിലേക്കാണ് കേരള കോൺഗ്രസ് എം മത്സരിച്ചത്. 5 സീറ്റിൽ മാത്രമാണ് കേരള കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ, അതായത് ക്രിസ്ത്യൻ പുരോഹിതർ, പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ്, പാലാ ബിഷപ്പ്, പിന്നെ പാമ്പ്ലാനി, തലശ്ശേരി ബിഷപ്പ് പാമ്പ്ലാനി, ഈ ഇത്തരത്തിലുള്ള ക്രൈസ്തവ നേതാക്കൾക്കിടയിൽ അവരുടെ അഭിപ്രായം എന്തായാലും ജോസ് കെ മാണിക്ക് മാനിക്കേണ്ടി വരില്ല. കാരണം അവർ പറയുന്നത് UDFൻ്റെ ഒപ്പം കേരള കോൺഗ്രസ് നിൽക്കണമെന്ന ഒരു നിലപാടിലാണ് ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ നിലപാട്. സ്വാഭാവികമായിട്ടും അവരുടെ നില, പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പ് ദീപിക ദിനപത്രത്തിൽ ഒരു മുഖപ്രസംഗം ഉണ്ടായിരുന്നു. ഞാൻ ആ മുഖപ്രസംഗം വായിച്ചതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൽ ക്രൈസ്തവർ കടുത്ത വിവേചനം നേടുന്നു ഈ സർക്കാരിൻ്റെ കാലത്ത്, അതായത് LDF സർക്കാരിൻ്റെ കാലത്ത് കടുത്ത വിവേചനം നേരിടുന്നതായി റിപ്പോർട്ടുണ്ട്. പക്ഷെ ആ റിപ്പോർട്ട് ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല. അത് വേണ്ട രീതിയിൽ LDF സർക്കാർ പരിഗണിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ആയിരുന്നു ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ UDFന്, അതായത് കോൺഗ്രസിന് ഗംഭീര വിജയം, പ്രത്യേകിച്ച് മധ്യമേഖല, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി മേഖലയിലുണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മതമൈദ്യശന്മാരുടെ വാക്കുകൾക്ക് ജോസ് കെ മാണിക്ക് ചെവി കൊടുക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും ജോസ് കെ മാണിക്ക് അവരെ അവഗണിക്കാൻ പറ്റില്ല. കാരണം ജോസ് കെ മാണിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമല്ല ഉള്ളത്, കത്തോലിക്ക സഭയുടെ ഒരു ഗുഡ്വില്ലുണ്ട്, പിന്തുണയല്ല, ഗുഡ്വില്ലുണ്ട്, അനുഭാവപൂർവമായ സമീപനം, അത്രയേ ഉള്ളൂ. മറിച്ച് സഭയുടെ കാര്യങ്ങൾ നടത്തിത്തരാൻ പറ്റാത്ത ഓളമുഖ ചക്രത്തിന് മാത്രം കേരളത്തിൻ്റെ വട്ടത്തിൽ കിടക്കുന്ന പാർട്ടിക്ക് വേണ്ടി സഭ എന്തുമാത്രം വിട്ടുവീഴ്ച ചെയ്യും? എന്ത് ചെയ്തു? കേരളത്തിൽ കുറേ ഒരു 2-3 കോളേജ് അനുവദിപ്പിക്കാൻ പറ്റും, കുറേ സീറ്റുകൾ കൂട്ടാം. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനപ്പുറത്തേക്ക് ചെയ്യണമെങ്കിൽ ശക്തമായ രാഷ്ട്രീയ പാർട്ടി വേണം. ഇപ്പോൾ കർണാടകത്തിലാണെങ്കിലും കർണാടകത്തിൽ കത്തോലിക്ക സഭകൾ ഒത്തിരിയുണ്ട്, അവിടെ ഭരിക്കുന്നവരാ കോൺഗ്രസ് ഭരിക്കുന്നത്. അപ്പോൾ കത്തോലിക്ക സഭ പ്രായോഗികമായ സമീപനം എടുക്കുമ്പോൾ ഉറപ്പായിട്ടും UDF മുന്നണിയിലേക്ക് വരും. ജോയ്സ് ജോർജിനെ ഒരു പ്രാവശ്യം ജയിപ്പിച്ചു ഇല്ലേ? വല്ലതും നടന്നോ? PT തോമസിനെ അവിടുന്ന് ഓടിച്ച് ഡീൻ കുര്യാക്കോസിനെ വിളിച്ചു വരുത്തി മത്സരിച്ചിട്ട് ജോയ്സ് ജോർജിനെ റബ്ബറിന്റെ വിഷയം, അതുപോലെ തന്നെ വനം വന്യജീവി വിഷയം, അങ്ങനെ ക്രൈസ്തവർ നേരിടുന്ന പല വിഷയങ്ങളിലും സർക്കാർ അനുഭാവപൂർവമായ സമീപനമല്ല. പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുക്കാതെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ അവർക്ക് പറ്റും? അതിൻ്റെ പേര് മന്ത്രിസഭ പറയാൻ തയ്യാറായിട്ടുള്ളൂ. അത് മാത്രമല്ല സാറേ, ഇപ്പോൾ 2-3 ദിവസം മുമ്പ് തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് LDFൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ പിണറായി വിജയൻ പങ്കെടുത്ത ഒരു രാപ്പകൽ പരിപാടി. അതായത് പിണറായി വിജയൻ പകൽ മുഴുവൻ ആ പരിപാടിയിൽ പങ്കെടുത്തു. ജോസ് കെ മാണിയും പങ്കെടുത്തില്ല, ശ്രേയാംസ് കുമാറും പങ്കെടുത്തില്ല. ജോസ് കെ മാണി, റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനൊക്കെ പങ്കെടുത്തു. പക്ഷേ ജോസ് കെ മാണി സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് പങ്കെടുക്കാതിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ സതീശനോടെ ഉണ്ടായിരുന്നു, ഗൾഫിൽ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഈ പരിപാടികൾ LDF നടത്തുന്ന പരിപാടികളിൽ നിന്നൊക്കെ ജോസ് കെ മാണി വിട്ടു നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു മുന്നണി മാറുന്നതിനുള്ള ഒരു സൂചനയായിട്ട് വേണ്ടി നമുക്ക് എന്തായാലും ജോസ് കെ മാണി UDFന് ഒരു ബാധ്യതയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം UDFിലേക്ക് ജോസ് കെ മാണിയുടെ പാർട്ടി വന്നില്ലെങ്കിലും UDFിലേക്ക് വന്നില്ലെങ്കിലും എന്തായാലും UDF വിജയിക്കും. പ്രത്യേകിച്ച് മധ്യമേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം UDFന്റെ സീറ്റുകളാണ്. ഇവരുടെ സഹായം വേണ്ട. ഇപ്പോൾ റാന്നി പോയി ജയിച്ചത് പറയാൻ വേണമെങ്കിൽ UDFന്റെ സഹായം ഇല്ലാതെ ജയിച്ചു. എന്നാൽ മാർക്സിസ്റ്റ് പാർട്ടി സപ്പോർട്ട് പ്രമോദ് നാരായണൻ റാന്നിയിൽ ജയിച്ചു. അത് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഇപ്പം ഈ അടുത്തിരുത്തി പഞ്ചായത്ത് കേരള കോൺഗ്രസിൻ്റെ സ്ട്രോങ് ഹോൾഡ് പഞ്ചായത്തെല്ലാം പാലായിലെ മുത്തോലിയും വേറെ 2-3 പഞ്ചായത്ത് വെച്ച് ബാക്കി പഞ്ചായത്തെല്ലാം കോൺഗ്രസ് ജയിക്കില്ലേ? ആരുടെ സഹായത്തോടെ? കോൺഗ്രസിൻ്റെ സഹായത്തോടെ. അപ്പോൾ ആ കണക്കുകൂട്ടൽ കോൺഗ്രസ് ഉണ്ട്. പക്ഷെ ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ജോസ് കെ മാണിയെ വീണ്ടും പാലം വലിക്കുമോ?
എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വരും ദിവസങ്ങളിൽ സതീശൻ പറഞ്ഞ പോലെ വിസ്മയങ്ങൾ ഉണ്ടാകുമോ, അതാ വിസ്മയങ്ങൾ കെട്ടടങ്ങുമോ എന്ന കാര്യത്തിൽ ദിവസങ്ങൾക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം തെളിയുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം.